നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിപ്പോ കഥയോ നമ്മള് മഹേഷേട്ടനോടൊരു സിനിമ ചെയ്യാൻ, കഥ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി. ഞാൻ മഹേഷേട്ടനോട് ഒരു സിനിമ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് കുറെ കാലം മുന്നേ പ്ലാൻ ചെയ്തു, അത് നടന്നില്ല. അപ്പൊ നാളെ പിന്നെ മഹേഷേട്ടൻ ഒരു സബ്ജക്റ്റായിട്ട് വന്നു, ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു. എന്നോട് ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറഞ്ഞത്. പിന്നെ മഹേഷേട്ടനെ കുറിച്ച് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മഹേഷേട്ടന് വേണ്ടി ചില സിനിമകൾ, ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ പോലും എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറയും. അപ്പോൾ അതൊക്കെ നമ്മളൊരു സിനിമയിൽ നമുക്ക് ഈ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിന്റെ സിനിമ ഞാൻ പറഞ്ഞ ഗുരുവരമ്പനാടലായിക്കോട്ടെ, നമ്മളെ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ, പ്രത്യേകിച്ച് ഒരു കരിയറിൽ, ആക്ടിങ് കരിയറിൽ ഒരു പ്ലാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി, വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയെന്നോ അല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട്, നല്ല ഡയറക്ടേഴ്സിലൂടെയൊക്കെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ, ഒരു സിക്സ് മാത്രം പോരല്ലോ. അപ്പോ അല്ല, ഞാൻ പറഞ്ഞ ഫ്ലോപ്സ് മാത്രം തെറ്റിപ്പോയി. ഫ്ലോപ്സ് മാത്രം പോരല്ലോ, ഇടയ്ക്ക് ഹിറ്റൊക്കെ വേണം. ഹിറ്റൊക്കെ അടിച്ച് പിന്നെ താഴോട്ട് പോകണം, പിന്നെ മുന്തി വരണം. ലൈഫ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും സിനിമ നന്നാവണം, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ, എല്ലാവരും ജെനുവൻലി സിനിമ നന്നാവണമെന്ന് ആഗ്രഹിച്ച സിനിമയിൽ വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വെറുതെ ആരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മോശം സിനിമയാണെന്ന് വെച്ചാൽ കാശ് മുടക്കില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. മോശം സിനിമയെ വേണ്ടി പുള്ളി വരില്ല. മഹേഷേട്ടൻ ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്തൊരു സിനിമ, അതും മഹേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി വന്നതാണ്. സ്വാഭാവികമായിട്ടും ഞാനും മഹേഷേട്ടനോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ സിനിമ നന്നാവാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ. പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട്. ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്കാവും ഉണ്ടാവില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടട്ടെ. എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം. ധ്യാൻചേട്ടന് ഒരു ഇന്റർവ്യൂ സ്റ്റാർ എന്ന് കേൾക്കാനാണ് ഇഷ്ടം, അതൊരു ഫിലിം സ്റ്റാർ എന്ന് കേൾക്കാനാണ് ഇഷ്ടം? രണ്ടും ഓക്കെയാണ്. രണ്ടും ഓക്കെ എന്നല്ല, ഞാനിപ്പോ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോകുക. ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറെ വർഷം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ സൈഡിൽ നടക്കും, അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിലും അതും കൂടെ തന്നെ വരട്ടെ.